Hello everyone, this is a continuation of the first part that you have already seen. Hope you have already heard it. So, we have already seen in the last part, we have already seen what are derivatives, features or characteristics of derivatives, need or importance or advantages of derivatives. And now we'll see what are the different disadvantages of derivatives. And as the two side of a same coin, as human beings, everything has its own advantages as well as disadvantages. Now we'll see what are the disadvantages of derivatives. Derivative instruments ഒരുപാട് disadvantages ഉണ്ട്. First one is huge regulations. ഇന്ത്യയിലെ എസ്പെഷ്യലി ഇന്ത്യയിലെ ഡെറിവേറ്റീവ്സ് മാർക്കറ്റിന്റെ മേലെ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ ദറ്റ് ആക്ട് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസഡ്വാൻറ്റേജ്. പ്രൈസിങ് ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ കഴിഞ്ഞ റെക്കോർഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്പെക്യുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊഹക്കച്ചവടം. സ്പെക്കുലേഷൻ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെ സ്പെക്യുലേറ്റീവ് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഊഹക്കച്ചവടം അവിടെ ഉണ്ട്. സ്പെക്കുലേഷൻ എന്താന്ന് വിൽ സീ നെക്സ്റ്റ് സ്ലൈഡ്. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്പെക്കുലേഷൻ. അത് അധികമായാൽ സ്റ്റോക്ക് മാർക്കറ്റിന് തന്നെ കേടാണ്. ഹൈലി വോളട്ടൈൽ ആണ്. അതായത് ഡെറിവേറ്റീവ്സിന്റെ ഒക്കെ പൈസ പെട്ടെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ ഒരവസ്ഥ. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ഗാംബ്ലിംഗ് മോട്ടീവ്സ്. അതായത് ഗാംബ്ലിംഗ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗാംബ്ലേഴ്സിനൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഓരോ മൂവീസിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അതുപോലെ ഒരു കൈൻഡ് ഓഫ് ബെറ്റിംഗ് ആണ് എന്ത് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെതായിട്ടുള്ള മോട്ടീവ് ഉണ്ട് പല കൈൻഡ് ഓഫ് ഡെറിവേറ്റീവ്സിന്. ഇറ്റ് ഓൾസോ ആക്ട് ആസ് എ ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ഇസ് ലിവറേജ് റിസ്ക്. ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡെറ്റ് കൊടുക്കുക, കടം കൊടുക്കുക. ഇപ്പൊ നമ്മുടെ കയ്യിൽ 10,000 രൂപയാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ലെറ്റ്സ് സീ നമ്മുടെ കയ്യിൽ വി ഹാവ് ഓൺലി 1,000 റുപ്പീസ്. ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡെറിവേറ്റീവ്സ് യൂഷ്വലി ഇൻറ്റു 5 അല്ലെങ്കിൽ ഇൻറ്റു 10 വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ കയ്യിൽ 1000 രൂപയുണ്ടെങ്കിലും 5000 രൂപയ്ക്ക് നമുക്ക് ട്രേഡ് ചെയ്യാം. ചില ഡെറിവേറ്റീവ്സ് ഇൻറ്റു 10 ആയിരിക്കും. അതായത് നമ്മുടെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 10,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ 10,000 രൂപയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് 1,00,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാം. 10 ഇരട്ടിയൊക്കെ നമുക്ക് ഡെറ്റ് കൊടുക്കും. 10 ഇരട്ടിയൊക്കെ നമുക്ക് ലിവറേജ് കൊടുക്കും. അതിനാണ് നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻട്രാഡേയിൽ വരെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. സോ ആസ് ഓൾവേസ് ഐ സേ ട്രൈ ടു ഓപ്പൺ എൻ അക്കൗണ്ട് വിത്ത് സം ഓർ ദ അതർ ബ്രോക്കേഴ്സ്. അപ്പൊ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ലിവറേജ് കൊടുക്കും. ഇത്രയും ലിവറേജ് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് ഹൈ പ്രോഫിറ്റ് ഉണ്ടാവും, ലോസ് ആണെങ്കിൽ ഭയങ്കര നഷ്ടം സംഭവിക്കും. സോ ഒരു പരിധിയിൽ കൂടുതൽ ലിവറേജ് ആൾക്കാരുടെ ലോസ് വർദ്ധിപ്പിക്കും. ആൻഡ് ഓൾസോ മാർക്കറ്റ് റിസ്ക്. നമുക്കറിയാം മാർക്കറ്റ് എലക്ഷന്റെ തലേ ദിവസം എക്സിറ്റ് പോൾ, ഇക്കഴിഞ്ഞ എലക്ഷന്റെ എക്സിറ്റ് പോളിന്റെ അന്ന് മാർക്കറ്റ് അങ്ങ് നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. നേരെ മറിച്ച് എലക്ഷൻ്റെ അന്ന് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി. സോ മാർക്കറ്റിനനുസരിച്ചും ഡെറിവേറ്റീവ്സിന്റെ പൈസ കൂടിയും കുറഞ്ഞും ഇരിക്കും. നെക്സ്റ്റ് വൺ ഇസ് കൗണ്ടർ പാർട്ടി റിസ്ക്. നമ്മൾ പറഞ്ഞു കൊമോഡിറ്റി ഡെറിവേറ്റീവ്സും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സും രണ്ട് ടൈപ്പ് ഉണ്ട്. കമോഡിറ്റി ഡെറിവേറ്റീവ്സ് വരുന്നതാണ് റൈസ്, വീറ്റ്, അങ്ങനെ എന്ത് കമോഡിറ്റി ആവാം. അപ്പൊ കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറഞ്ഞാൽ, കൗണ്ടർ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി. ഞാൻ സെല്ലർ ആണെങ്കിൽ ബയർ ആണ് കൗണ്ടർ പാർട്ടി. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ഒരു റൈസ് സെല് ചെയ്യാൻ വേണ്ടി നിന്നു, പക്ഷെ എൻ്റെ കൗണ്ടർ പാർട്ടി അത് ബൈ ചെയ്യാൻ വന്നില്ല. അതിനെയാണ് കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ലിക്വിഡിറ്റി റിസ്ക്. നമ്മൾ വിൽക്കുന്ന സമയത്ത് തന്നെ ആ ഇൻസ്ട്രുമെന്റ് അവിടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈസിലി കൺവേർട്ടബിൾ ടു ക്യാഷ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല ചില സന്ദർഭങ്ങളിൽ. സോ ദീസ് ആർ ദ വേരിയസ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡെറിവേറ്റീവ്സ്. നൗ let's also see the participants of derivative markets. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേറ്റീവ് മാർക്കറ്റ്സിലെ പാർട്ടിസിപ്പൻസിനെ we can classify it into 3: speculators, hedgers and arbitrators. Now let's see who are speculators. Speculators എന്ന് പറഞ്ഞാൽ ഊഹക്കച്ചവടക്കാർ. സ്പെക്കുലേറ്റേഴ്സ് എന്തിനാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? അവര് ഹൈ റിസ്ക് എടുക്കും. എന്തിന്? ഹൈ ഗെയിനിന് വേണ്ടിയിട്ട്. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അവര് വളരെ വലിയ റിസ്ക് ഏറ്റെടുക്കും. ദേ ട്രേഡ് ടു മേക്ക് പ്രോഫിറ്റ് ആൻഡ് റെഡ്യൂസ് റിസ്ക്. അവരുടെ ഗെയിൻസ് അൺലിമിറ്റഡ് ആണ്, പക്ഷെ അഥവാ ലോസ് വന്നാൽ അവർ പെടുകയും ചെയ്യും. ആൻഡ് സ്പെക്കുലേറ്റേഴ്സിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ അവർ മാർക്കറ്റിന്റെ
ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കും. ഒരുപാട് ബൈയിങ് സെല്ലിംഗ് ഉണ്ടായിട്ട് മാർക്കറ്റിന്റെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവർ യൂഷ്വലി എന്താണ് ചെയ്യുന്നത്? കുറവ് പൈസ ഉള്ള മാർക്കറ്റിന് വാങ്ങിയിട്ട് കൂടുതൽ പൈസ ഉള്ള മാർക്കറ്റിന് വിൽക്കുകയും ചെയ്യും. അല്ലെങ്കിൽ പൈസ കൂടുതലുള്ള മാർക്കറ്റിന് വാങ്ങിയിട്ട് കുറവുള്ള മാർക്കറ്റിന് വാങ്ങിക്കുകയും ചെയ്യും. ഈ മാർക്കറ്റിൽ നമുക്ക് രണ്ട് രീതിയിൽ വാങ്ങാം. വിറ്റിട്ട് വാങ്ങാം, വാങ്ങിയിട്ട് വിൽക്കാം. സോ എപ്പോഴും മാർക്കറ്റ് കുറഞ്ഞാലും കൂടിയാലും ഈ ട്രേഡേഴ്സിനൊക്കെ എന്താണ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റും. മാർക്കറ്റ് കുറഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാക്കാം, കൂടിയാലും ലാഭം ഉണ്ടാക്കാം. വിറ്റിട്ട് വാങ്ങുകയും വാങ്ങിയിട്ട് വിൽക്കുകയും ചെയ്യാം. അപ്പൊ മാർക്കറ്റ് സപ്പോസ് പ്രൈസ് ഫ്യൂച്ചറിൽ കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയിട്ട് കുറച്ച് എമൗണ്ടിന് വാങ്ങിയിട്ട് കൂടുതൽ പ്രോഫിറ്റ് എടുത്തിട്ട് നമുക്കത് വിൽക്കാം. നേരെ മറിച്ച് മാർക്കറ്റ് നാളെയോ മറ്റന്നാളോ ഫോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് വിറ്റിട്ട് പൈസ കുറയുമ്പം വാങ്ങാം. സോ വി ക്യാൻ ഡു ബോത്ത് ഇൻ സച്ച് മാർക്കറ്റ്സ്. സോ ഇൻ ഷോർട്ട്, സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആര്? ദീസ് ആർ പീപ്പിൾ ഹു ട്രേഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ടു മേക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ്. അവർ കുറച്ച് സമയം കൊണ്ട് ഭയങ്കര പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണ് സ്പെക്കുലേറ്റേഴ്സ്. Second kind of participants are hedgers. Hedgers' specialty is they are cautious players who try to minimize loss. റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ആരുടെ ഉദ്ദേശം? ഹെഡ്ജേഴ്സിന്റെ ഉദ്ദേശം. നേരെ മറിച്ച് സ്പെക്കുലേറ്റേഴ്സിന്റെ ഉദ്ദേശം എന്താണ്? പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. സോ ഹെഡ്ജേഴ്സ് എന്ത് ചെയ്യും? ഒരു മാർക്കറ്റിൽ നമ്മൾ കുറച്ച് ഒരു 100 രൂപയ്ക്ക് വാങ്ങി, പക്ഷേ 100 രൂപയ്ക്ക് വാങ്ങിയത് ആ മാർക്കറ്റ് താഴോട്ട് പോവാന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം പറ്റില്ലേ? അപ്പൊ ഹെഡ്ജേഴ്സ് എന്ത് ചെയ്യും? ഇതേ ട്രാൻസാക്ഷൻ തന്നെ അടുത്ത മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യും, വിറ്റിട്ട് വാങ്ങാനുള്ള ട്രാൻസാക്ഷൻ ചെയ്യും. സോ ഹെഡ്ജേഴ്സ് ഓൾവേസ് ട്രൈസ് ടു റെഡ്യൂസ് റിസ്ക്. ഹെഡ്ജേഴ്സിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ തേർഡ് കാറ്റഗറി ഈസ് ആർബിട്രേജേഴ്സ്. Arbitrageurs എന്ന് പറഞ്ഞാൽ they simultaneously enter into two transactions of two different markets to take advantage of price discrepancy or price inefficiency. പ്രൈസ് ഡിഫറൻസിന് അഡ്വാൻറ്റേജ് എടുക്കുന്നതാണ് ആര്? ആർബിട്രേജേഴ്സ്. അപ്പൊ ആർബിട്രേജേഴ്സ് എന്ത് ചെയ്യും? നമ്മുടെ ഭാവിയിൽ ഒരു അസറ്റിന്റെ പ്രൈസ് കൂടുമെന്നുണ്ടെങ്കിൽ ആർബിട്രേജേഴ്സ് എന്ത് ചെയ്യും? ഒരു മാർക്കറ്റിൽ നിന്ന് അത് ബൈ ചെയ്തിട്ട് അടുത്ത മാർക്കറ്റിൽ അത് സെൽ ചെയ്യും. അപ്പൊ അതെന്ത് ചെയ്യും? അറ്റ് ദ സെയിം ടൈം ബൈ ചെയ്യുകയും ചെയ്യും, സെൽ ചെയ്യുകയും ചെയ്യും. സോ അവരെന്ത് ചെയ്യും? ഈ പ്രൈസ് ഡിഫറൻസിന് അവർ പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കും. അപ്പൊ ഒരു മാർക്കറ്റിൽ അവർ കുറഞ്ഞ പൈസക്ക് വാങ്ങും, അടുത്ത മാർക്കറ്റിൽ കൂടുതൽ പൈസക്ക് വിൽക്കുകയും ചെയ്യും. അപ്പൊ അവരുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, പ്രോഫിറ്റ് ത്രൂ price difference. So these are the three participants of derivative market. Speculators ആണ് ഫസ്റ്റ് വൺ. സ്പെക്കുലേറ്റേഴ്സിന്റെ മെയിൻ ഉദ്ദേശം പ്രോഫിറ്റ് കൂടുക എന്നുള്ളതാണ്. സോ ഹെഡ്ജേഴ്സിന്റെ മെയിൻ ഉദ്ദേശം എന്താണ്? ടു റെഡ്യൂസ് റിസ്ക്. ആർബിട്രേജേഴ്സിന്റെ മെയിൻ ഉദ്ദേശം എന്താണ്? പ്രോഫിറ്റ് തന്നെയാണ് അവരുടെ ഉദ്ദേശം. ആൻഡ് ഹൗ വിൽ ദേ മേക്ക് പ്രോഫിറ്റ്? പ്രൈസ് ഇൻഎഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു മാർക്കറ്റിൽ ബൈ ചെയ്ത് അടുത്ത മാർക്കറ്റിൽ സെൽ ചെയ്തിട്ട് ആ പ്രൈസ് നിന്നുള്ള പ്രൈസ് ഇൻഎഫിഷ്യൻസിയിലെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് അവർ എന്ത് ചെയ്യും? മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സോ ദീസ് ആർ ദ ത്രീ കൈൻഡ്സ് ഓഫ് പാർട്ടിസിപ്പൻസ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. സോ ഫാർ നമ്മൾ എന്തൊക്കെ കണ്ടു? വി ഹാവ് സീൻ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ആസ് വെൽ ആസ് പാർട്ടിസിപ്പൻസ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്.